ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക്. കസാഖിസ്ഥാൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ കസാഖിസ്ഥാനിലെ അവസാന ദിവസമാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഹോട്ടൽ ചെക്കൗട്ട് ചെയ്ത് ലഗേജൊക്കെ ഞങ്ങൾ വാനിൽ വെച്ചിട്ട് അൽമാട്ടിയിലെ ഒരു പാർക്ക് കാണാനായിട്ടാണ് ആദ്യം പോയത്. ആ പാർക്കിൻ്റെ പേര് 28 പാൻഫ്ലവ് ഗാർഡ്സ്മാൻ പാർക്ക് എന്നാണ്. പാൻഫ്ലവ് ഗാർഡ്സ്മാൻ എന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ധൈര്യത്തോടെ പോരാടിയ 28 സൈനികരെ സൂചിപ്പിക്കുന്നു. അവരുടെ സ്മരണാർത്ഥമാണ് ഈ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളിപ്പം വാർ മെമ്മോറിയൽ സ്കൾപ്ചറിൻ്റെ മുന്നിലാണ് ഉള്ളത്. ഇവിടെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ഥലത്ത് കുറച്ച് സ്കൂൾ കുട്ടികളും അവരുടെ ഒരു ടീച്ചറും കൂടി നിന്നിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ടീച്ചർ വന്നിട്ട് ഞങ്ങളോട് എന്തോ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം എന്താ മനസ്സിലായില്ല. കുറേ നേരം ആംഗ്യമൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിലായത് അവരുടെ കൂടെ ഫോട്ടോ നിൽക്കുമെന്നാണ് ചോദിക്കുന്നുണ്ടായിരുന്നത്. കുട്ടികളുടെ കൂടെ ഫോട്ടോക്ക് നിൽക്കുമെന്ന്. അപ്പോൾ ഞങ്ങളെന്നെ അത്ഭുതപ്പെട്ടു, എന്താ ഇത് ഫോട്ടോക്ക് എന്തിനാണ് അവരുടെ കൂടെ നിൽക്കുന്നതെന്ന്. അങ്ങനെ നിഷാദും ഫ്രണ്ട്സൊക്കെ അവരുടെ കൂടെ ഫോട്ടോക്ക് നിന്നു. റൈറ്റ് സൈഡിൽ അറ്റത്തുള്ളത് ഞങ്ങളുടെ ഗൈഡാണ്. MBBS അവസാന വർഷ വിദ്യാർത്ഥിയാണ്, ഇവിടെ പഠിക്കുകയാണ്, മലയാളിയാണ്. കുട്ടികളോട് നിഷാദ് പേരും സ്കൂളും എത്രയിലാണ് പഠിക്കുന്നതൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കുട്ടികൾക്ക് ഇംഗ്ലീഷ് അത്ര വശമുണ്ടായിരുന്നില്ല. കൂട്ടത്തിൽ ഒരു മോൾക്ക് മാത്രം കുറച്ച് ഇംഗ്ലീഷ് അറിയായിരുന്നു. ആ മോള് എന്തൊക്കെയോ ആൻസർ പറയുന്നുണ്ടായിരുന്നു. ആ മോൾ എൻ്റെ അടുത്ത് വന്നിട്ട് സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ആന്ന് പറഞ്ഞു. എൻ്റെ മോൻ്റെ കൂടെ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു പറ്റില്ല എന്ന്. പിന്നീട് ഞങ്ങൾ നടന്നിട്ട് ഈ പാർക്കിൽ തന്നെയുള്ള ഒരു പ്രശസ്തമായ കത്തീഡ്രൽ കാണാനായിട്ട് പോയി. അസെൻഷൻ കത്തീഡ്രൽ എന്നാണ് പേര്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയെല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ കത്തീഡ്രൽ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ കത്തീഡ്രലിനെ കുറിച്ചുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കത്തീഡ്രൽ മുഴുവനായിട്ടും നിർമ്മിച്ചിരിക്കുന്നത് മരം കൊണ്ടാണ്, അതും ആണികളൊന്നും യൂസ് ചെയ്യാണ്ട്. 1911 ഒരു വലിയ എർത്ത് വന്നിട്ടും ഈ കത്തീഡ്രൽ ഡാമേജ് ആവാണ്ട് അങ്ങനെ തന്നെ നിന്നു. അതാണ് ഈ കത്തീഡ്രലിൻ്റെ റിയൽ സ്ട്രെങ്ത്. ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള കത്തീഡ്രലുകൾ വിരളമായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ ഈ കത്തീഡ്രലിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട്. അതിനു മുമ്പായിട്ട് ഈ കത്തീഡ്രലിൻ്റെ അടുത്തായിട്ട് കുറച്ച് പ്രാവിന് ഫുഡ് കൊടുക്കുന്ന സ്ഥലമുണ്ട്. അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോകുന്നത്. കിഡ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാകും ആ സ്ഥലം. ഞാൻ പറഞ്ഞ സ്ഥലം ഇതാണ്. ഇവിടെ നിറയെ പ്രാവുകളാണ്. എല്ലാവരുടെ കയ്യിലും പ്രാവിന് കൊടുക്കാനുള്ള ഫുഡും കാണാം. ഞങ്ങളുടെ മക്കളൊക്കെ പ്രാവിന് വീണ്ടും വീണ്ടും ഫുഡ് വാങ്ങിയിട്ട് കൊടുക്കുകയായിരുന്നു ഇവിടെ. അവർ നല്ല പോലെ എൻജോയ് ചെയ്തു ഈ ഒരു സംഭവം. ഈ പാർക്കിലേക്ക് വരുന്ന എല്ലാ കുഞ്ഞുമക്കളും ഇവിടേക്കാണ് വരുന്നതെന്ന് തോന്നുന്നു. ഈ പാർക്കിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചതും ഈ ഒരു സ്ഥലത്ത് തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ കത്തീഡ്രലിൻ്റെ ഉള്ളിലേക്ക് പോകാനായി പോയി. ഇതാണ് എൻട്രൻസ് എന്ന് വിചാരിച്ചത്. ഇവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷേ ഇതായിരുന്നില്ല എൻട്രൻസ്. വേറൊരു ഭാഗത്താണ് എൻട്രൻസ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ട് ഉള്ളിലേക്ക് പോയി. കത്തീഡ്രലിൻ്റെ ഉൾവശം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. സ്വർണ്ണ കളറിലായിരുന്നു കത്തീഡ്രലിൻ്റെ ഇൻറ്റീരിയർ മുഴുവനും. കുറച്ച് പേരൊക്കെ അവിടെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരെയും ഡിസ്റ്റർബ് ചെയ്യാണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങി. കത്തീഡ്രലിന് അടുത്തായിട്ടൊരു സ്റ്റോറുണ്ട്. കത്തീഡ്രലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് അവിടെ വാങ്ങാൻ പറ്റും. ഈ പാർക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അസെൻഷൻ കത്തീഡ്രൽ, നമ്മൾ നേരത്തെ പോയ കത്തീഡ്രൽ. പിന്നെ മെമ്മോറിയൽ ഓഫ് ഗ്ലോറി, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വാർ മെമ്മോറിയൽ, അതാണ് മെമ്മോറിയൽ ഓഫ് ഗ്ലോറി. അതിൻ്റെ മുന്നിലായിട്ട് ഒരു എറ്റേണൽ ഫ്ലെയിം ഉണ്ട്, എപ്പോഴും കത്തുന്ന ഒരു തീജ്വാല. പിന്നെ ഉള്ളത് മ്യൂസിയം ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. പിന്നെ ഉള്ളത് പാൻഫിലോവ് സൈനികരുടെ ശില്പങ്ങൾ. പാർക്കിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് 28 പാൻഫിലോവ് സൈനികരുടെ പേരുകൾ കൊത്തിയ സ്മാരകങ്ങളും അവരുടെ ധീരതയെ സൂചിപ്പിക്കുന്ന ശില്പങ്ങളും നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ നേരത്തെ കണ്ട പ്രാവുകൾക്ക് ഫുഡ് കൊടുക്കുന്ന സ്ഥലം. പാർക്കിലെ ഒരുവിധ ഭാഗങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്താണ് പാർക്കിലെ ഇങ്ങനെ ഒരു ഭാഗം ഞങ്ങൾ ശ്രദ്ധിച്ചത്. അവിടെ ഒരു വലിയ കവാടത്തിന് 2 സൈഡിലും ആയിട്ട് മിലിറ്ററി ടാങ്കിന്റെ ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. പിന്നെ ആ വഴിക്ക് കുറെ സൈനിക വേഷത്തിൽ കുട്ടികൾ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അതെന്താണെന്ന് ഞങ്ങൾ പോയി നോക്കി. അവിടെ ഒരു മിലിറ്ററി മ്യൂസിയം പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ സൈനികർക്കായുള്ള കൾച്ചറൽ സെന്ററും ഉണ്ട്. പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പോയത് ഒരു ചോക്ലേറ്റ് ഫാക്ടറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഷോപ്പിലാണ്. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങി. നമുക്ക് ഈ ചോക്ലേറ്റ് ഫാക്ടറിയിൽ കയറാൻ പറ്റില്ല, ഷോപ്പിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ ലോക്കൽ മാർക്കറ്റിൽ പോയി ഞങ്ങൾക്ക് സോവനീസ് വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ആ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സോവനീസൊക്കെ വാങ്ങി.
ഇന്ന് ഹാലോയിൻ ഡേ ആണ്. അതുകൊണ്ട് ഹാലോയിനായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് സാധനങ്ങൾ എല്ലാ ഷോപ്പിലും ഡിസ്പ്ലേയിലുണ്ടായിരുന്നു. ഈ ലോക്കൽ മാർക്കറ്റിലൂടെയുള്ള ഈ നടത്തം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ നടന്ന് ക്ഷീണിച്ചപ്പോൾ ഞങ്ങളൊരു ഷോപ്പ് കയറിയിട്ട് അവിടുന്ന് കുറച്ച് മിൽക്ക് ഷേക്സും ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു. കുട്ടികൾക്കൊക്കെ മിൽക്ക് ഷേക്സും പിന്നെ ഞാൻ ഐസ്ക്രീമും കഴിച്ചു. ഇതാണ് ആ ഷോപ്പ്. അങ്ങനെ കുറച്ചൊന്ന് വെയിലിൽ നടന്നതിൻ്റെ ക്ഷീണം മാറ്റിയതിന് ശേഷം ഞങ്ങൾ ഗ്രീൻ ബസാറിലേക്ക് പോയി. അൽമാട്ടിയിൽ വരുമ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഗ്രീൻ ബസാർ കാണാതെ പോകരുത്. 1875 ഈ മാർക്കറ്റ് സ്ഥാപിച്ചത്. ഇതൊരു വലിയ ലോകം തന്നെയായിരുന്നു. ഫ്രഷ് ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, മീറ്റ്സ്, സുഗന്ധവ്യഞ്ജനങ്ങൾ, പിന്നെ ചോക്ലേറ്റ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ ഒരു കാര്യം പറയാം, ടൂറിസ്റ്റാണെന്ന് അറിയുമ്പോൾ പറ്റിക്കപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ബാർഗെയിൻ ചെയ്ത് വാങ്ങുക. ഞങ്ങൾ അവിടുന്ന് കുറേ ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് തിന്ന് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടിലെത്തി നോക്കുമ്പോൾ എല്ലാത്തിലും ഷുഗർ കോട്ടഡ് ആയിരുന്നു. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നിഷാദ് ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങുന്ന തിരക്കിലായപ്പോൾ ഞാൻ ഈ ഗ്രീൻ ബസാറിൻ്റെ പല ഭാഗങ്ങളിലും പോയിട്ട് വീഡിയോസൊക്കെ എടുത്തു. ഒരു സെക്ഷനിലെത്തിയപ്പോൾ മൂക്കടച്ച് പിടിക്കാണ്ട് നടക്കാൻ പറ്റില്ല. മീറ്റ് സെക്ഷനായിരുന്നു. ഇവിടെ കുതിര ഇറച്ചി, ആട്ടിറച്ചി അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. നാവൊക്കെ ഇട്ടായിരുന്നു വിൽക്കുന്നത്. അതേപോലെ തന്നെ തല അങ്ങനെ തന്നെ മുഴുവൻ വെച്ചിട്ടുണ്ടായിരുന്നു. പല ശരീരഭാഗങ്ങളും മുഴുവനായിട്ടും വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. പിന്നെ ഭയങ്കര സ്മെല്ലായിരുന്നു. ഞാൻ മൂക്കടച്ച് പിടിച്ചിട്ട് എല്ലാം വീഡിയോ എടുത്തു. പിന്നെ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു, ചീസ് സെക്ഷന്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ചീസ് ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ, എല്ലാം നോക്കി നടന്നു എന്ന് മാത്രം. പിന്നെ ഈ ഗ്രീൻ ബസാർ പല നിലകളിലായിട്ടാണ് ഉള്ളത്. താഴത്തെ നിലയിൽ ക്ലോത്ത്സ് ആയിരുന്നു. അവിടെ ഞാൻ പലതരത്തിലുള്ള ജാക്കറ്റ്സ് ഒക്കെ കണ്ടു. കാശൊന്നും അത്ര വലിയതായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടുന്ന് വാങ്ങണോ അതോ മാളിൽ പോയിട്ട് വാങ്ങണോ എന്നുള്ള സംശയത്തിൽ ഇങ്ങനെ നിന്നിട്ട് ഞങ്ങൾ അവിടെ നിന്നൊന്നും വാങ്ങിയില്ല. പിന്നെ ഒരു മാളിൽ പോയിട്ടാണ് ഞങ്ങൾ മോനിക്ക് വേണ്ടിയിട്ട് ഒരു ജാക്കറ്റും പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ബാഗ് വേണമായിരുന്നു, അതൊക്കെ വാങ്ങിയത്. ഇതിനിടയ്ക്ക് ഞങ്ങളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു. പക്ഷേ റെസ്റ്റോറൻറ്റിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ അർബാദ് സ്ട്രീറ്റിലേക്ക് പോയി. അവിടെ ഹാലോയിൻ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് ഇന്ന്. അതിൻ്റെ കാഴ്ചകൾ കാണാനായിട്ടാണ് പോയത്. ഹാലോയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പലതരം കോസ്റ്റ്യൂമിൽ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. നിഷാദ് ആദ്യം കണ്ട കുറച്ച് പേരുമായിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ സ്ട്രീറ്റിലൂടെ ഒരുപാട് നടന്നു. നല്ലൊരു വൈബായിരുന്നു അവിടെ. ആദ്യമായിട്ടാണ് ഒരു ഹാലോയിൻ ഫെസ്റ്റിവൽ കാണുന്നത്. ക്രിസ്മസ് ആയിട്ടും ന്യൂ ഇയർ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഹാലോയിൻ ഫെസ്റ്റിവൽ ഫസ്റ്റ് ആയിട്ടാണ് കാണുന്നത്. അവിടെ ഒരു കുറച്ച് പ്രായമായ സ്ത്രീ പാട്ട് പാടുന്നുണ്ടായിരുന്നു. അവരുടെ മുന്നിൽ ആരും ഉണ്ടായിരുന്നില്ല. അവരെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് സങ്കടം തോന്നി. കുറച്ച് കാശ് ഞങ്ങൾ ഇട്ട് കൊടുത്തു. വേറെ സ്ഥലത്ത് കുറച്ച് ചെറുപ്പക്കാർ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ എല്ലാം മുന്നിൽ നല്ല ആൾക്കൂട്ടുണ്ടായിരുന്നു. ആൾക്കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പക്കാർ തന്നെയാണ്. ഈ ഹാലോയിൻ ഫെസ്റ്റിവലിന് പ്രായമായ ആൾക്കാരൊന്നും കണ്ടിട്ടില്ല. ഞങ്ങളായിരിക്കും കുറച്ച് പ്രായമായ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടാവുക. ബാക്കി എല്ലാവരും ചെറുപ്പക്കാരായിരുന്നു. ഇനി നമുക്ക് കുറച്ച് നേരം ഇവരുടെ ആഘോഷമൊക്കെ കണ്ട് നടക്കാം. ഇനി എൻ്റെ കമൻട്രിയുടെ ആവശ്യമില്ലല്ലോ. ഇവിടുത്തെ വൈബൊക്കെ കണ്ടറിഞ്ഞ് നമുക്ക് നടക്കാം.
ഇവിടുന്ന് ഞങ്ങൾ നേരെ പോയത് എയർപോർട്ടിലേക്കാണ്. ഞങ്ങളുടെ ഫ്ലൈറ്റ് മിഡ് നൈറ്റിലാണ്, പക്ഷെ ഞങ്ങൾ നേരത്തെ പോയി. ഞങ്ങളുടെ ടൂർ പാക്കേജിൽ പറഞ്ഞിരുന്ന ടൈം 10 മണി വരെയായിരുന്നു. അതുകൊണ്ട് ഗൈഡും ഡ്രൈവറും ഞങ്ങളെ ഇവിടെ ഇറക്കിയിട്ട് തിരിച്ചു പോയി. അപ്പോൾ കസാഖിസ്ഥാനിലെയും കിർഗിസ്ഥാനിലെയും ഒക്കെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ തിരിച്ച് ദോഹയിലേക്ക് പോവുകയാണ്. ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.